ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എഡ്യൂ ടിപ്സ്. ഇന്നൊരു മോക്ക് ടെസ്റ്റാണ്, CDPD ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീറ്റഡ് എക്സാം ബൂസ്റ്റർ 3ൽ പേപ്പർ 1 സീറ്റഡ് ജാനുവരി 2021 പേപ്പർ 1 നമ്മൾ ചെയ്തു. ഇതിപ്പോൾ പേപ്പർ 2 ആണ്. അപ്പോൾ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഈസിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ CDPയുടെ ക്ലാസ്സസ്, ഷോർട്ടായിട്ടുള്ള ക്ലാസ്സസും റിവിഷൻ ക്ലാസ്സസും ഇതുപോലെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ കേട്ടിട്ടിൻ്റെ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കീപ്പ് വാച്ചിങ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ചൈൽഡ്ഹുഡ് development, option 1 is slow and cannot be measured. Second one is multi-layered and complex. Third one consists only of quantitative changes. Then fourth one is disorderly and disjointed. അപ്പോൾ ഏതാ വരിക? ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് ഈസ് എങ്ങനെയായിരിക്കും? മൾട്ടി ലെയേർഡ് ആൻഡ് കോംപ്ലക്സ്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. Next one, zone of proximal development is option 1 the area between a child's current level of independent performance and the level of performance that the child would achieve with the help of adults and more skilled peers. Option 2 a range of tasks that the child should be able to do as per her age but cannot. Third one, the process where two individuals who begin with different understandings arrive at a shared understanding. Option 4, the process in which children learn to perform tasks as set by the elder member in a society. അപ്പോൾ എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്? സ്കഫോൾഡിങ്, പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ഒക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു ഡൗട്ടും വേണ്ട, ഫസ്റ്റ് വൺ ആണ് അല്ലേ. ദ ഏരിയ ബിറ്റ്വീൻ എ ചൈൽഡ്സ് കറന്റ് ലെവൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പെർഫോമൻസ് ആൻഡ് ദ ലെവൽ ഓഫ് പെർഫോമൻസ് ദാറ്റ് ദ ചൈൽഡ് കുഡ് അച്ചീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡൾട്ട്സ് ആൻഡ് മോർ സ്കിൽഡ് പിയേഴ്സ് അല്ലേ. അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ZPD എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, ചിൽഡ്രൻ ഇൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആർ കേപ്പബിൾ ഓഫ് ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിംഗ് ആൻഡ് പ്രൊപ്പോസിഷണൽ തോട്ട്, are bound by centration and irreversibility of thought, cannot conserve, classify and seriate, begin to engage in make-believe play and symbolic play. അപ്പോൾ ഏതാണ്? അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, ചിൽഡ്രൻ ഇൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഇത് ഏതാണ്, ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്? ഇപ്പോൾ ഇതിൽ തന്നതിൽ ഓപ്ഷൻ 1 ആണ് അല്ലേ. ആർ കേപ്പബിൾ ഓഫ് ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് പ്രൊപ്പോസിഷണൽ തോട്ട്. The next one, at which stage of Lawrence Kohlberg's theory of moral development do individuals believe that actively maintaining the current social system ensures positive human relationship and societal order? The punishment and obedience orientation, the social order maintaining orientation, the instrumental purpose orientation, the universal ethical principle orientation. അപ്പോൾ ഏതാ വരിക? ലോറൻസ് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയിലാണ് അല്ലേ. അപ്പോൾ ഏത് സ്റ്റേജിലാണ് വരുന്നത്? അപ്പോൾ ഇത് തന്നെ പറയുന്നത് സോഷ്യൽ സിസ്റ്റം എൻഷുവേഴ്സ് പോസിറ്റീവ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് സൊസൈറ്റൽ ഓർഡർ. അത് തന്നെ ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് അതിന് ഹിൻറ്റും കിട്ടി അല്ലേ. ഏതാണ് വരിക? അപ്പോൾ ദി സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കാം. Which of the following is a correctly matched pair of type of intelligence and end state performance possibilities as per Howard Gardner theory of multiple intelligence? അപ്പോൾ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ തിയറി ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഇൻ്റലിജൻസ് ഏതൊക്കെ പെർഫോമൻസിനാണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സ്പേഷ്യൽ തെറാപ്പിസ്റ്റ് ആണോ, ഇൻട്രാ പേഴ്സണൽ സെയിൽസ് പേഴ്സൺ ആണോ, ലിംഗ്വിസ്റ്റിക് സ്കൾപ്റ്റർ, ബോഡിലി കിനസ്തെറ്റിക് അത്ലറ്റ്. അപ്പോൾ ഈ അത്ലറ്റിൽ ഇതിലേതാണ് തന്നിരിക്കുന്നതിൽ കറക്റ്റ് പെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് പെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഏതാണ് ഇതിൽ? അപ്പോൾ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസും അവരെ പെർഫോമൻസ് ഏരിയ. അപ്പോൾ ഏതാണ് കറക്റ്റ്? ഒരു ഡൗട്ടും വേണ്ട, എന്താണ്? ബോഡിലി കിനസ്തെറ്റിക് ആണ് അത്ലറ്റ് അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ലെവ് വൈഗോട്സ്കി,
Language plays an important role in cognitive development of children. Option 2, children learn language through a language acquisition device. Option 3, children's cognitive development occurs in stages. Option 4, maturation of schemas lead to cognitive development in children. അപ്പോൾ നമ്മുടെ CTET എക്സാമിന് എപ്പോഴും ലൈവ് എഗോട്സ്കിന് ഭയങ്കര ഇഷ്ടമാട്ടോ. എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ആ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നും 1-2 ക്വസ്റ്റ്യൻസ്, 1 2 2-3 ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഏതാണ് ലൈവ് വൈഗോട്സ്കിയുടെ ആൻസർ? ഫസ്റ്റ് വൺ ആണ് അല്ലേ. ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ഇൻ എ പ്രോഗ്രസീവ് ക്ലാസ് റൂം അസസ്മെൻറ്റ് ഓഫ് ലേണേഴ്സ് ഡ്യൂറിംഗ് ദി പ്രോസസ് ഓഫ് ടീച്ചിങ് ലേണിംഗ്. ഓപ്ഷൻ 1 ഈസ് നോട്ട് അറ്റ് ഓൾ ഹെൽപ്ഫുൾ ഇൻ ചിൽഡ്രൻസ് ലേണിംഗ്. ഓപ്ഷൻ 2 creates a hindrance in the process of children's learning. Option 3 is helpful in identifying high, low and non-achievers for the purposes of giving feedback to the parents. Option 4 is very important since it gives insights into children's understandings and helps the children to reflect on her pedagogy. അപ്പോൾ എന്താണ് പ്രോഗ്രസീവ് ക്ലാസ് റൂമിൽ അസസ്മെൻറ്റ് ഓഫ് ലേണേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓപ്ഷൻ 4 ആണല്ലേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സിൻസ് ഇറ്റ് ഗിവ്സ് ഇൻസൈറ്റ് ഇൻ ടു ചിൽഡ്രൻസ് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടികളിൽ എത്രത്തോളം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അസസ്മെൻറ്റിലൂടെ നമുക്ക് ആസ് എ ടീച്ചർക്ക് കിട്ടുന്നത് അല്ലേ. സോ ഹെൽപ്പ് ദ ടീച്ചേഴ്സ് ടു റിഫ്ലെക്ട്സ് ഓൺ ഹെർ പെഡഗോജി. അപ്പോൾ അതിനനുസരിച്ച് ടീച്ചറുടെ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്താൻ സാധിക്കും അല്ലേ. സോ 4th വണ്ണാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്ക് എന്താണ് പ്രോഗ്രസീവ് ക്ലാസ് റൂമായിട്ട് ബന്ധപ്പെട്ട ആ ടോപ്പിക് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രോഗ്രസീവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആൻ ഇഫക്റ്റീവ് ക്ലാസ് റൂം സ്ട്രാറ്റജി ടു റെഡ്യൂസ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് broadening developmental possibilities for all sexes is: first one, to ignore and dismiss biological differences among the sexes. Second one, to reinforce gender roles and portrayed in the society. Third one, forming same-sex ability groupings. Fourth one, forming mixed-sex activity groups and promote discussion. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടു ഇഫക്റ്റീവ് ക്ലാസ് റൂം സ്ട്രാറ്റജി ടു റെഡ്യൂസ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ആണ്. അപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ, ജെൻഡർ സ്റ്റീരിയോടൈപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ക്ലാസ് റൂം സ്ട്രാറ്റജി ഏതാണ്? എന്ത് ചെയ്താൽ മതി? ഫോമിങ് എന്താണ് മിക്സഡ് സെക്സ് ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് ഉണ്ടാക്കുക ആൻഡ് പ്രൊമോട്ട് ഡിസ്കഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ജെൻഡർ ബയസ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് അങ്ങനത്തെ ടോപ്പിക്ക് സിലബസിലുള്ളതുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിക്കണേ. നെക്സ്റ്റ് വൺ, multilingualism is a classroom need multilingualism in a classroom need to be understood as dash by the teacher, an asset and resource, a hindrance, a problem, a systemic issue. ഇപ്പോൾ മൾട്ടിലിംഗ്വലിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു അസറ്റ് ആൻഡ് റിസോഴ്സ് ആക്കിയിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, ആൻ അസറ്റ് ആൻഡ് റിസോഴ്സ്. നെക്സ്റ്റ് ഒന്ന് നോക്കാം. A child-centered classroom is one in which the teacher uses the textbook as the only source of knowledge. The teacher segregates the children based on their abilities. The teacher uses rewards and punishment to direct children's behavior. The teacher is flexible and caters to the needs of individual children. അപ്പോൾ എന്താണ്? അത് ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഓപ്ഷൻ 4 ആണല്ലേ. ദ ടീച്ചർ ഇസ് ഫ്ലെക്സിബിൾ ആൻഡ് കാറ്റേഴ്സ് ദ നീഡ്സ് ഓഫ് individual children. Next one, according to which theorist cultural tools play an important role in cognitive development of children? Lev Vygotsky, Jean Piaget, Albert Bandura, then B.F. Skinner. അപ്പോൾ എന്താണ് കൾച്ചറൽ ടൂൾ? നമ്മുടെ ഇനിയും വന്നു നമ്മുടെ ലൈവ് വൈഗോട്സ്കി അല്ലേ. ആൻസർ ഏതാണ്? സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാരാണ്? നമ്മുടെ ലൈവ് വൈഗോട്സ്കി ആണല്ലോ അല്ലേ. അപ്പോൾ എഗെയിൻ വന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എഗെയിൻ വന്നു ലൈവ് വൈഗോട്സ്കി. The next one, which of the following is not a suitable learning material for students who are partially sighted? അപ്പോൾ നോട്ട് എ സൂട്ടബിൾ ലേണിംഗ് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർഷ്യലി സൈറ്റഡ് മീൻസ് എന്തെങ്കിലും വിഷൻ പ്രോബ്ലം ഉള്ള, കണ്ണിൽ കാഴ്ച കുറവുള്ള കുട്ടികളെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിഷ്വൽ ഇമ്പയർമെൻ്റ് ആണ് ഈ പാർഷ്യലി സൈറ്റഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ലാർജ് പ്രിൻറ്റ് ബുക്സ്, 3 dimensional maps and charts,
ടോക്കിംഗ് ബുക്സ്, ഫെൽറ്റ് ബുള്ളറ്റിൻ ബോർഡ്സ്, സ്മോൾ പ്രിൻറ്റ് വർക്ക് ഷീറ്റ്സ്. അപ്പോൾ വിഷൻ എന്താണ് പ്രോബ്ലം ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് സൂട്ടബിൾ മെറ്റീരിയൽ പറയുമ്പോൾ ഏതാണ്, ഒരു ഡൗട്ടും വേണ്ട, ഏതാണ് സ്മോൾ പ്രിൻറ്റ് വർക്ക് ഷീറ്റ്സ് അല്ലേ. നെക്സ്റ്റ് വൺ, the underlying belief behind inclusive education is segregation of children on the basis of their abilities and provisioning of vocational training accordingly, diagnostic labeling of children based on their handicaps for identification of their limitations, provisioning of special education institutions for children with different handicaps, the philosophy that all children have the right to get equal education in a regular school. അപ്പോൾ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു എന്താണ് ബിലീഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൗട്ടും എന്താണ്, ദ ഫിലോസഫി ദാറ്റ് ഓൾ ചിൽഡ്രൻ ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് ഈക്വൽ എഡ്യൂക്കേഷൻ ഇൻ എ റെഗുലർ സ്കൂൾ അല്ലേ. നെക്സ്റ്റ് നോക്കാം, നീഡ്സ് ഓഫ് ഗിഫ്റ്റഡ് ആൻഡ് ക്രിയേറ്റീവ് ചിൽഡ്രൻ ക്യാൻ ബി അഡ്രസ്ഡ് ബൈ, എന്നെ വിട്ടുപോയി അല്ലേ. Needs of gifted and creative children can be addressed by giving challenging tasks and activities to prevent boredom, giving questions that require convergent thinking, providing specific instructions to solve problems, administrating memory-based test. അപ്പോൾ ഗിഫ്റ്റഡിനും ക്രിയേറ്റീവ് ചിൽഡ്രൻസിൻ്റെ നീഡ്സ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അവർക്ക് എന്താണ് ചലഞ്ചിങ് ടാസ്ക് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് അല്ലേ, ഗിവിംഗ് ചലഞ്ചിങ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് ടു പ്രിവെൻറ്റ് ബോർഡം. Next one, children with dyslexia can be identified by finding out their social and cultural context, a thorough physical health checkup, analyzing their reading and writing skill, assessing their abilities to solve complex higher order problems. Children with dyslexia can be identified by ഏതാണ്, analyzing their reading and writing habits. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കണം, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എഫക്റ്റീവ് സ്ട്രാറ്റജി ടു അഡ്രസ് ലേണേഴ്സ് ഫ്രം ദി ഡിസ്അഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഡിപ്രൈവ്ഡ് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പം നോട്ട് ആൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജിയാണ് ടോക്ക് ടു ദ ലേണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്സ് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദം. Second one, asking the learners to enroll for tuition outside of school so that the teacher does not have to pay much attention to them. Motivate the students to set moderately challenging goals and provide appropriate instructional support. Form collaborative groups to work on activities and encourage students to support each other. But not an effective strategy to address learners from disadvantaged and deprived backgrounds ഉള്ള കുട്ടികൾക്ക് ഒരു നോട്ട് ആൻ എഫക്റ്റീവ് സ്ട്രാറ്റജിയാണ് വരുന്നത്. ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരിക, സെക്കൻഡ് വൺ അല്ല, ബാക്കി 1ഉം 3ഉം 4 ഒക്കെ ഓക്കെയാണ്. അപ്പോൾ സെക്കൻഡ് വൺ ആണ് നോട്ട് ആൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. ആസ്കിംഗ് ദ ലേണേഴ്സ് ടു എൻറോൾ ഫോർ ട്യൂഷൻ, പുറത്തും ട്യൂഷന് പോകാൻ പറയാം. അവരെ എന്താണ് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്ന കുട്ടികളാണ്. സോ അവരോട് എന്താണ് ആസ്കിംഗ് ദ ലേണേഴ്സ് ടു എൻറോൾ ഫോർ ട്യൂഷൻ ഔട്ട്സൈഡ് ഓഫ് സ്കൂൾ സോ ദാറ്റ് ദ ടീച്ചർ ഡസ് നോട്ട് ഹാവ് ടു പേ മച്ച് അറ്റൻഷൻ ടു ദം. അപ്പോൾ അവരെ പ്രത്യേകിച്ച് ടീച്ചർ ശ്രദ്ധിക്കേണ്ടല്ലോ എന്ന രീതിയാണ്, അത് തെറ്റാണ് അല്ലേ. സോ ഇത് നോട്ട് ആൻ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്, എഫക്റ്റീവ് സ്ട്രാറ്റജി വരുന്നത് സെക്കൻഡ് വൺ ആണ്. ദ നെക്സ്റ്റ് നോക്കാം, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ health children dash their learning. Physical and emotional health children dash their learning, does not have any influence on, plays an important role on, is not related to, has an insignificant role in. അപ്പോൾ ഏതാ വരിക 17th വൺ പറയാം. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദെയർ ലേണിംഗ് അല്ലേ. അപ്പോൾ അവർ ലേണിങ്ങിൽ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ എന്ന് പറയാം, ഇമോഷണൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദയർ ലേണിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു പ്രൊമോട്ട് മീനിങ് ഫുൾ ലേണിംഗ് ഇൻ ദ ക്ലാസ് റൂംസ് എ ടീച്ചർ ഷുഡ്. അപ്പോൾ ഒരു മീനിങ് ഫുൾ ലേണിംഗ് ക്ലാസ് റൂമിൽ പ്രൊമോട്ട് ചെയ്തെങ്കിൽ ടീച്ചർ എന്തെല്ലാം ചെയ്യണമെന്നാണ്. അപ്പോൾ 1 2 3 4 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും കറക്റ്റായ 2 ഏതാണ് കറക്റ്റായിട്ട് വരുന്ന കാര്യമാണ് നമ്മളോട് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നോക്കാം, ഹെൽപ്പ് സ്റ്റുഡൻസ് ടു റെഗുലേറ്റ് ദെയർ ഓൺ ഇമോഷൻസ് ആൻഡ് മോട്ടിവേഷൻ. രണ്ടാമത് തന്നിരിക്കുന്നത് കാറ്റഗറൈസ് ആൻഡ് ലേബിൾ സ്റ്റുഡൻസ് അക്കോർഡിംഗ്ലി ടു ദെയർ പെർഫോമൻസ് ആൻഡ് മേക്ക് എബിലിറ്റി ഗ്രൂപ്പിംഗ്.
Then third one, promote dialogue and discussion among children to build multiple perspective. Fourth one, ignore diversity in the classroom and follow standard methods of instruction. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ്? ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് 1ഉം 3ഉം ആണെന്ന്, സെക്കൻഡ് വൺ 2ഉം 3ഉം, തേർഡ് വൺ 1, 3, 4 എന്നാണ് തന്നിരിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ 1, 2, 3, 4 എല്ലാമാണെന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? ടു പ്രൊമോട്ട് മീനിങ് ഫുൾ ലേണിംഗ് ഇൻ ദ ക്ലാസ് റൂം എ ടീച്ചർ ഷുഡ് എന്തെല്ലാം ആവാം, എന്തെല്ലാം ആവാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഓക്കെ ആണല്ലോ, ഹെൽപ്പ് സ്റ്റുഡൻസ് ടു റെഗുലേറ്റ് ദെയർ ഓൺ ഇമോഷൻസ്. ഓക്കെ, ഹെൽപ്പ് ചെയ്യുക, അത് ഓക്കെയാണ്. സെക്കൻഡ് വൺ, കാറ്റഗറൈസ് ആൻഡ് ലേബൽ സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദെയർ പെർഫോമൻസ് ആൻഡ് മേക്ക് എബിലിറ്റി ഗ്രൂപ്പ്, അത്ര ശരിയല്ല അല്ലേ. പിന്നെ എന്താണ്, പ്രൊമോട്ട് ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ എമംഗ് ചിൽഡ്രൻ ടു ബിൽഡ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്, ഇതും ഓക്കെയാണ്. പിന്നെ ഇഗ്നോർ ഡൈവേഴ്സിറ്റി, ഇത് പറ്റത്തില്ല. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരിക? 1ഉം 3ഉം ഓക്കെയാണ് അല്ലേ. അപ്പോൾ 1ഉം 3ഉം വരുന്നത് ഏതാണ്? ഫസ്റ്റ് വൺ. 1ഉം 3ഉം വരുന്നത് ഫസ്റ്റ് വൺ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഒന്ന് നോക്കാം. ലേണിംഗ് ഈസ് എ ഡാഷ് ആൻഡ് ഡാഷ് പ്രോസസ്. ഫസ്റ്റ് വൺ, കോംപ്ലക്സ് ആക്റ്റീവ്, സിമ്പിൾ ലീനിയർ, സിമ്പിൾ ഇൻഡിവിജ്വൽ, കോംപ്ലക്സ് പാസീവ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ലേണിംഗ് ഈസ് എ ഡാഷ് ആൻഡ് ഡാഷ് പ്രോസസ്. അപ്പം തന്നെ നമുക്ക് ഒരു ആക്റ്റീവ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എന്തായാലും ലേണിംഗ് ഈസ് എൻ ആക്റ്റീവ് പ്രോസസ് തന്നെയല്ലേ. അപ്പോൾ എന്താണ്? കോംപ്ലക്സ് ആണ്, അതുപോലെ തന്നെ ആക്റ്റീവ് പ്രോസസ്സുമാണ്. കറക്റ്റ് അല്ല. 19th വൺ തന്നതിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലേ. ലേണിംഗ് ഈസ് എ കോംപ്ലക്സ് ആൻഡ് ആക്റ്റീവ് പ്രോസസ്. നെക്സ്റ്റ് ഒന്ന് നോക്കാം. എ ടീച്ചർ ഷുഡ് ഡാഷ് ദ സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ഹെർ ക്ലാസ് റൂം ടു ഫെസിലിറ്റേറ്റ് മീനിങ് ഫുൾ ലേണിംഗ്. എ ടീച്ചർ ഷുഡ് എങ്ങനെയായിരിക്കണം? ഡിസ്മിസ് ആണോ, ഇഗ്നോർ ആണോ, അണ്ടർസ്റ്റാൻഡ് ആണോ, നിഗ്ലക്റ്റ് ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എ ടീച്ചർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീസ് ഇൻ ഹെർ ക്ലാസ് റൂം ടു ഫെസിലിറ്റേറ്റ് മീനിങ് ഫുൾ ലേണിംഗ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് ഡാഷ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇൻ ദ ക്ലാസ് റൂം റാദർ ദാൻ ഡാഷ് വൺ. അപ്പം നമ്മൾ എങ്ങനത്തെ ലേണിംഗ് എൻവയോൺമെൻറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അധികം പറ്റാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളാബറേറ്റീവ്, കോമ്പറ്റേറ്റീവ്, കൊളാബറേറ്റീവ്, ഫിയർഫുൾ, ഫെസിലിറ്റേറ്റീവ്, കോമ്പറ്റേറ്റീവ്, ഫെസിലിറ്റേറ്റീവ്. അപ്പോൾ ഏതാ വരുന്നത്? അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് അപ്പോൾ ഇതിൽ വരേണ്ടത്? കൊളാബറേറ്റീവ് എന്തായാലും വേണം. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇൻ ദ ക്ലാസ് റൂം റാദർ ദാൻ കോമ്പറ്റേറ്റീവ് വൺ. ശരിയല്ലേ. 21 ഏതാ വരുന്ന ആൻസർ? ഫസ്റ്റ് അല്ലേ. Then 22 നോക്കാം. Which of the following is an example of effective motivational strategy to encourage students to learn? അപ്പോൾ കുട്ടികളെ എന്താണ് എൻകറേജ് ചെയ്യാൻ, പഠിത്തത്തിൽ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫക്റ്റീവ് മോട്ടിവേഷൻ സ്ട്രാറ്റജി ഏതാണ്? ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് സ്കഫോൾഡിങ് എസ്പെഷ്യലി when students learn a new skill. Then emphasize on completion of work rather than learning. Giving tasks that are very easy, creating a lot of opportunities for competition. അപ്പോൾ എന്താണ് മോട്ടിവേഷണൽ സ്ട്രാറ്റജി ടു എൻകറേജ് സ്റ്റുഡൻസ് ടു ലേൺ? അപ്പോൾ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലേ. പ്രൊവൈഡിങ് സ്കഫോൾഡിങ് എസ്പെഷ്യലി when students learn a new skill. പുതിയ കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കഫോൾഡിങ് ചെയ്യുക അല്ലേ. സ്കഫോൾഡിങ് പിന്നെയും നമ്മുടെ വൈഗോൾസ്കിയുടെ വന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ വൃത്തിയായിട്ട് പഠിക്കാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ. കാരണം എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ സീറ്റിൻ്റെ ഏത് പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ നമ്മുടെ ലെവ് വൈഗോട്സ്കിയുടെ, കോൾബർഗിൻ്റെ, പിയാഷയുടെ അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്, എന്നും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ ആണ്, കിട്ടിയില്ലേ? ഇത് നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ചിൽഡ്രൻ തിങ്കിങ് ഈസ് നോട്ട് കറക്റ്റ്? ഓക്കെ, നോട്ട് കറക്റ്റ് ആണ്, ശ്രദ്ധിക്കണേ. ചിൽഡ്രൻ കൺസ്ട്രക്ട് ദെയർ ഓൺ തിയറീസ് അബൌട്ട് വേരിയസ് ഫിനോമിനൻ അറൌണ്ട് ദം. സെക്കൻഡ് വൺ, ചിൽഡ്രൻ കനോട്ട് തിങ്ക് ഓഫ് കൺസെപ്റ്റ് ഓൺ ദെയർ ഓൺ ആൻഡ് ദ പ്രൈമറി റോൾ ഓഫ് ടീച്ചേഴ്സ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ. ദെൻ തേർഡ് വൺ, children actively think about various phenomena around them and have an urge to explore. Children are born with curiosity to learn about the world around them. അപ്പോൾ എന്താണ് ചിൽഡ്രൻ തിങ്കിങ്ങുമായിട്ട് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതിലുണ്ട്. ഏതാണ്? ഓപ്ഷൻ 2 ആണ് അല്ലേ. ഓപ്ഷൻ 2 ആണ്. ചിൽഡ്രൻ കനോട്ട് തിങ്ക് ഓഫ് കൺസെപ്റ്റ് ഓൺ ദയർ ഓൺ ആൻഡ് ദ പ്രൈമറി റോൾ ഓഫ് ടീച്ചർ ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് നോട്ട് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അബൌട്ട് സ്റ്റുഡൻറ്റ് തിങ്കിങ് ചിൽഡ്രൻസ് തിങ്കിങ്ങുമായി റിലേറ്റ് ചെയ്ത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് സെക്കൻഡ് വൺ ആണ് അല്ലേ.
ദെൻ നെക്സ്റ്റ് നോക്കാം. 24th question നോക്കാം. Children's failure in school suggests that children from deprived backgrounds are not capable of learning, indicates that school has not been able to cater the needs and interests of these children, proves that these children have genetic birth defects and hence should be pulled out from school, signifies that parents have not been able to support their children to learn. അപ്പോൾ എന്താണ് ചിൽഡ്രൻസ് ഫെയിലിയർ ഇൻ സ്കൂളിന് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സ്കൂൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു കാറ്റർ ടു ദി നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദീസ് ചിൽഡ്രൻസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം. ബൈ വർക്കിംഗ് ഇൻ ഗ്രൂപ്പ്സ്, ടീച്ചിങ് ആൻഡ് ഹെൽപ്പിംഗ് ഈച്ച് അതർ, children are able to reflect on their own thought processes and shift to a higher level of cognitive activity, can develop misconceptions with interference with their learning, get distracted and hence it is an ineffective pedagogical strategy, develop competitive tendencies that hinder learning. അപ്പോൾ എന്താണ് ബൈ വർക്കിംഗ് ഇൻ ഗ്രൂപ്പ്സിലൂടെ വർക്കിംഗ് ആൻഡ് ടീച്ചിങ് ആൻഡ് ഹെൽപ്പിംഗ് ഈച്ച് അതർ. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിലൂടെ എന്താണ് അതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക്? ഫസ്റ്റ് വൺ ആണ് ആർ ചിൽഡ്രൻസ് ആർ ഏബിൾ ടു റിഫ്ലക്ട് ദെയർ ഓൺ തോട്ട് പ്രോസസ്സസ് ആൻഡ് ഷിഫ്റ്റ് ടു എ ഹയർ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ആക്ടിവിറ്റിയാണ് അല്ലേ. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെയും അതുപോലത്തെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതിലൂടെയൊക്കെ അവർ ആ ഒരു എബിലിറ്റിയാണ് അവർ അക്വയർ ചെയ്യുന്നത് അല്ലേ. ആർ ഏബിൾ ടു റിഫ്ലക്ട് ഓൺ ദെയർ ഓൺ തോട്ട് പ്രോസസ്സസ് ആൻഡ് ഷിഫ്റ്റ് ടു എ ഹയർ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ആക്ടിവിറ്റി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ. In a dash classroom, teachers adapt their pedagogy and vary assessments to cater to individual students. Teacher-centric, progressive, textbook-centric, behavioristic. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് in a dash classroom, teachers adapt their pedagogy and vary assessment to cater the individual students. അല്ലേ. അപ്പോൾ അത് എന്തായിരിക്കും? ഓഫ് കോഴ്സ് പ്രോഗ്രസീവ് ആണ് അല്ലേ. In a progressive classroom, teachers adapt their pedagogy and vary assessment to cater to individual students. Next one നോക്കാം. Which of the following statements about development is correct? First statement, there is a lot of cultural diversity in the development of children. Second one, children across the world follow the same sequence and exact time of development. Third one, development occurs in a neat, orderly set of stages predetermined by genetic factors. And fourth one, development is simple and unidimensional. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഫസ്റ്റ് വൺ ആണ് അല്ലേ. ദർ ഇസ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ബാക്കി എല്ലാത്തിനും ഒരു ഭാഗം കറക്റ്റാണ്, വേറൊരു ഭാഗം മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മേജർ ഹോൾമാർക്ക് ഓഫ് ദ പീരീഡ് ഓഫ് മിഡിൽ ചൈൽഡ്ഹുഡ്? മിഡിൽ ചൈൽഡ്ഹുഡ് മേജർ ഹോൾമാർക്കായിട്ട് വരുന്ന കാര്യം ഏതാണ്? എമർജൻസ് ഓഫ് മേക്ക് ബിലീവ് പ്ലേ, ഡെവലപ്മെൻറ്റ് ഓഫ് ലോജിക്കൽ തോട്ട് ദാറ്റ് ഈസ് കോൺക്രീറ്റ് ഇൻ നേച്ചർ, rapid development of motor skills and overall physical growth, and development of scientific reasoning and ability to think abstractly. അപ്പോൾ മിഡിൽ ചൈൽഡ്ഹുഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും? ഡെവലപ്മെൻറ്റ് ഓഫ് ലോജിക്കൽ തോട്ട് ദാറ്റ് ഈസ് കോൺക്രീറ്റ് ഇൻ നേച്ചർ അല്ലേ. സെക്കൻഡ് വൺ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം. School dash socialization of children does not play any role in, plays very little role in, is a primary agency of, is a secondary agency of. അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഏതാണ്? സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതാണ്? സിമ്പിളാണ്, അറിയാവുന്ന കാര്യമാണ്. ഇസ് എ സെക്കൻഡറി ഏജൻസി ആണ് അല്ലേ. സോ സ്കൂൾ ഇസ് എ സെക്കൻഡറി ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. The next one, which of the following theorists proposed that children's thinking is qualitatively different from that of adults? Jean Piaget, Lev Vygotsky, Howard Gardner, Lawrence Kohlberg. നോക്കൂ, ഇവിടെ എന്താണ്? ഏത് തിയറിസ്റ്റാണ് പറയുന്നത് ചിൽഡ്രൻസ് തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അഡൾട്ട്സ്. അഡൾട്ട്സ് നോക്കുമ്പോൾ എന്താണ് അവർ ആ തിങ്കിങ് എന്നിപ്പം ഡിഫറെൻ്റ് ആണ്, ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത് ഏത് തിയറിസ്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്കറിയാം ജീൻ പിയാഷെ ആണ്. ജീൻ പിയാഷെ ഒരു എന്താണ് മൗണ്ടൻ ഹിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈഗോ സെൻട്രിസത്തിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ജീൻ പിയാഷെയാണ്. ഓക്കെ,
കുട്ടികളുടെ തിങ്കിങ്ങിനെ കുറിച്ച് പറയുന്നതും അതുപോലെ മൗണ്ടൻ ഹിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് അവർ വ്യൂ എങ്ങനെയാണ് ഓരോ കുട്ടികൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എന്താണ് അവർ വ്യൂ എന്താണെന്നുള്ള കാര്യമൊക്കെ പറയുന്നത് ജീൻ പിയാഷെയാണ്. അതിനെക്കുറിച്ചുള്ള എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത് നമ്മുടെ ജീൻ പിയാഷെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, അത്ര വലിയ ടഫ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും. അത്ര അങ്ങോട്ട് തിയറിയുടെ ഉള്ളിക്കോട്ടൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇതിലെല്ലാം തന്നെ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരേ ടോപ്പിക്കിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനിയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ചാനൽ ഇനിയുള്ള ദിവസങ്ങളും എക്സാം വരെ നമുക്കിങ്ങനെ കുറേ ക്ലാസ്സസ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. കീപ് വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.